ആഭ്യന്തര യുദ്ധം രൂക്ഷമായ യമനിൽ ഹൂതി വിമതരുടെ അക്രമത്തെ തുടർന്ന് തടവിലായിരുന്ന മലയാളി തിരികെ എത്തി. കായംകുളം പത്തിയൂർ സ്വദേശി അനിൽകുമാർ രവീന്ദ്രനാണ് 5 മാസങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയത്. മരണത്തിന്റെ വക്കിൽ നിന്ന് സുരക്ഷിതനായി തിരികെ എത്തിയതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് അനിൽകുമാറും കുടുംബവും. കഴിഞ്ഞ ജൂലൈ 7-ന് സൊമാലിയയിൽ ചരക്കിറക്കി തിരികെ മടങ്ങുമ്പോഴായിരുന്നു ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം. എറ്റേണിസി എന്ന ഗ്രീക്ക് ചരക്ക് കപ്പൽ കടലിൽ മുക്കി. സെക്യൂരിറ്റി ഓഫീസറായിരുന്ന അനിൽകുമാർ അടക്കം 11 പേർ കടലിലേക്ക് ചാടി. യമനിലെ മത്സ്യത്തൊഴിലാളികൾ ഇവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. രക്ഷപ്പെടുത്തിയവരെ ഹൂതികൾക്ക് കൈമാറേണ്ടി വന്നു. പിന്നീട് നീണ്ടകാലം യമനിലെ രഹസ്യകേന്ദ്രത്തിൽ തടവ്. കറുത്ത ദിനങ്ങൾ അനിൽകുമാറിന്റെ ഓർമ്മയിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. സോമാലിയെ അൺലോഡ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയാണ് ആദ്യത്തെ സംഭവം ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. അൺമാനഡ് ബോട്ട് ബ്ലാസ്റ്റായി കപ്പലിൽ നിന്നു. അതിനുശേഷം 8-ാം തീയതി 10 മണി വരെ മിസൈലും ഡ്രോണും ഇവർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇട്ടുകൊണ്ട് കടലിൽ ചാടി. 9-ാം തീയതി ഏർലി മോർണിംഗ് 2 മണിയോടുകൂടി ഫിഷിംഗ് ബോട്ട് കിട്ടി ഞങ്ങൾക്ക്. യമനികളായിരുന്നു ഫിഷിംഗ് ബോട്ടിൽ. അവർ ഹൂതികൾക്ക് ഇന്ന് ഞങ്ങൾ 6 പേരെ ഹാൻഡ് ഓവർ ചെയ്തു. അനിൽകുമാറിന്റെ മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരന്തര ശ്രമം നടത്തിയിരുന്നു. ഒടുവിൽ ഒമാൻ രാജാവിന്റെ ഇടപെടലിലാണ് മോചനം സാധ്യമായത്. സാധാരണ പറയുവാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റേജസ് അല്ലെന്നുണ്ടെങ്കിൽ പ്രിസണർ എന്ന് പറയും. അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ ആ രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ചെയ്തത് ഇനിയും ഒരിക്കലും കേരളം അല്ലെ ഇന്ത്യ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇപ്പം വളരെ സന്തോഷമുണ്ട്. കാരണം വീട്ടിലെത്തിയല്ലോ അല്ല നമ്മുടെ ഇന്ത്യയിലെത്തിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ്. പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബത്തിന് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ. ഇപ്പോൾ നടുക്കടലിൽ കാണാതായി. നമ്മൾ ആരുടെക്ക് എന്ത് ചോദിക്കും എന്നൊന്നും അറിയാൻ വയ്യാണ്ട് നമ്മൾ ഫുൾ ഫാമിലി ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മളിപ്പോൾ ആളെത്തിയിട്ടുണ്ട്, ജീവനോടുണ്ടെന്ന് അറിഞ്ഞു. ഇപ്പം നാട്ടിലെത്തി. അതിന് ഭയങ്കര സന്തോഷമാണ്. അനിൽകുമാറിനൊപ്പം 9 ഫിലിപ്പീൻകാരെയും മോചിതരാക്കി. കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട തിരുവനന്തപുരം സ്വദേശി നേരത്തെ നാട്ടിലെത്തിയിരുന്നു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.